ഒരു 1.5 വർഷത്തോളൊക്കെ ആയിട്ടോ ഞാനിങ്ങനെ ലോങ് പ്ലേസിലൊക്കെ വർക്കൊക്കെ എടുത്തിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആയി എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് എൻ്റെ മോൾക്ക് ഇപ്പോൾ ഒരു 9 മന്ത്തൊക്കെ ആയിട്ടാണ് ഞാനിങ്ങനെ ഒരു ലോങ് വർക്കിന് പോണത്. ഇന്ന് വർക്ക് വരുന്നത് പാലക്കാടാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഫസ്റ്റൊക്കെ ഈ ബ്രൈഡൽ മേക്ക് ഓവറൊക്കെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് പാലക്കാട് ബേസ്ഡ് ആക്കാൻ കൂടുതൽ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊക്കെ എനിക്ക് ഇൻസ്റ്റ ത്രൂ വഴിയാണ് കൂടുതലും വർക്കൊക്കെ വരാറുള്ളത്. കൂടുതലൊന്നുമല്ല, അന്ന് എനിക്ക് കുറവായിരുന്നു, കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, അന്ന് എനിക്ക് കുറവാണ് വർക്ക് ഉണ്ടാവുക. അപ്പോൾ ഇല്ല വർക്ക് ഞാൻ എന്താണെന്ന് വെച്ചാൽ പോകുന്ന എൻ്റെ മനസ്സിൽ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പം ആ ടൈമിൽ ദൂരം, ചെറിയ എമൗണ്ട് അതൊന്നും നോക്കിയിട്ട് നിന്നിട്ട് ഒരു കാര്യമില്ലാന്ന് നമുക്കറിയാം. ഈ ഫീൽഡിൽ കുറച്ച് പിടിച്ച് നിന്ന് കയറണം എന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് എമൗണ്ട് നോക്കിയിട്ടോ ദൂരം നോക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല. ഫസ്റ്റ് ടൈം ആ പ്ലേസിലൊക്കെ വർക്കിന് പോയപ്പോൾ എനിക്ക് അറിയാത്ത ആളുകളാണ്, ദൂരമുള്ള പ്ലേസ് ആണ്, എന്താവും എന്നുള്ള ടെൻഷനൊക്കെ എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് അടുത്തുള്ള സിറ്റിക്ക് വരെ പോകാൻ എനിക്ക് ആരെയും സഹായം വേണം, ആരെങ്കിലും എൻ്റെ ഒപ്പം കൂടെ വേണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഈ ഫീൽഡിലേക്ക് വന്നോണ്ട് എനിക്ക് അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊക്കെ മാറിയിട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബ്യൂട്ടിഫുൾ ബ്രൈഡ് അഫ്സത്ത്. ആളെ വെഡിങ്ങിൻ്റെ തലേ ദിവസത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ആളെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ആളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കഴിഞ്ഞു പോയൊരു ബ്രൈഡിൻ്റെ പോലെ തന്നെ എനിക്ക് തോന്നിട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ ആളെ പിക്ചർ ഞാൻ കൊടുക്കാം. അങ്ങനെ അവളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ കണ്ടിട്ട് അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അവളോട് ഒരു ബൈയൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോഴാണ് തിരിച്ചു പോകുന്ന വഴിയിൽ ഞങ്ങൾ ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞങ്ങൾ കാറിൻ്റെ ബാക്കിൽ വന്നിട്ട് ഒരു ഓട്ടോക്കാരനെ ഇടിച്ചിട്ട് അങ്ങനെ അവർ ഒന്നോ രണ്ടൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ക്യാഷൊക്കെ അധികം ചോദിച്ചു. ഞങ്ങളുടെ കാറിനാണ് പരിക്ക് പറ്റിയത്, ഓട്ടോക്കാരനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ആദ്യം പോലീസിനൊക്കെ വിളിച്ചിട്ട് എന്നിട്ട് സോൾവ് ചെയ്ത് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ.